ഹലോ, ഇന്ന് ഞാനിതാ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റ് ആട്ടോ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് കളറ് പ്ലാസ്റ്റിക്കിൻ്റെ കവർ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിതുപോലെ നല്ല കളർഫുള്ളായിട്ടുള്ള കവറുകളൊക്കെ കിട്ടുന്ന സമയത്ത് അതൊക്കെ കഴുകി ഉണക്കി സൂക്ഷിച്ച് വെക്കുക ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്രാഫ്റ്റുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗപ്പെടും. അപ്പോൾ ഞാനിത് അതിൽ നിന്ന് റോസ് കളറാട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് അത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇതാ രണ്ടാക്കിയിട്ടൊന്ന് മടക്കുക. അതിനുശേഷം ഒന്നും കൂടെ ഒന്ന് മടക്കിയെടുക്കണം. ഇനി ഇതിൽ നിന്ന് ഒരു റൗണ്ട് മുറിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഡപ്പയുടെ മൂടി എടുത്തിട്ടുണ്ട്. ഇനി അതങ്ങ് അതിൻ്റെ മുകളിലോട്ട് വെച്ചതിന് ശേഷം ഒരു സ്കെച്ച് പെൻ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ CD മാർക്കറോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഒന്ന് അടയാളപ്പെടുത്തണം. ആ ഒരു സെൻറ്റർ ഭാഗത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഒരു വട്ടം വരച്ചു കൊടുത്താൽ മതിയാവും. ഇതേ വലുപ്പത്തിലുള്ള റൗണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിനേക്കാളും കുറച്ചുകൂടെ വലുപ്പം ഉണ്ടായാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാനിതാ അതുപോലെയുള്ള ഒരുപാട് റൗണ്ടുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ 1-2 കവറുകളും കൂടി ഒരുമിച്ച് വെച്ചതിന് ശേഷം വെട്ടിയെടുത്താൽ നമുക്ക് ഒരു സമയത്ത് തന്നെ ഒരുപാട് റൗണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതാ കുറച്ച് റൗണ്ടുകൾ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഒരു റൗണ്ടിൻ്റെ മുകളിൽ ഒരു റൗണ്ട് വെച്ചതിന് ശേഷം അങ്ങനെ ഒരുമിച്ച് പിടിച്ചിട്ട് രണ്ടാക്കി ഒന്ന് മടക്കിയെടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതാ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു 3 മടക്കും കൂടി ഒന്ന് മടക്കിയെടുക്കണം. 2 റൗണ്ട് വെച്ച് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബ്രൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ചില കവറുകൾ കുറച്ച് കട്ടിയേറിയതുണ്ടാവും, അതിന് നമുക്ക് ഒരു റൗണ്ട് എടുത്തിട്ട് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാനിതാ ഇങ്ങനെ ഒന്ന് വെച്ചതിന് ശേഷം ഒരു കത്രിക വെച്ചിട്ട് ഇതൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു റൗണ്ട് പോലെയാണ് ഇങ്ങനെ മുറിച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ ത്രികോണാകൃതിയിൽ മുറിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ അതൊന്ന് നിവർത്തിയെടുത്ത് കാണിച്ചു തരാം. നിവർത്തിയെടുക്കുന്ന സമയത്ത് ഇതാ അതുപോലെയുള്ള 2 പൂക്കളായിട്ടാണ് കിട്ടുക. ഇനി അത് ഒരുമിച്ച് തന്നെ വെച്ച് കൊടുക്കാം. ഇനി ഒരു മെഴുകുതിരി കത്തിച്ച് വെക്കുകയോ അല്ലെങ്കിൽ ഒരു ലൈറ്ററോ ഉപയോഗിച്ചിട്ട് നമുക്കിതാ ഈ പൂക്കൾ ഇങ്ങനെ ഒന്ന് രണ്ടാക്കി മടക്കിയതിന് ശേഷം അതിൻ്റെ ആ ഒരു നടുഭാഗത്ത് ഇതുപോലെ ഒന്ന് തീയിൽ കാണിച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. എന്നിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് എത്രത്തോളം ലൈനുകൾ ഇതിനകത്തുണ്ടോ അതിനനുസരിച്ചിട്ട് എല്ലാ ലൈനുകളിലും ഇതുപോലെ തന്നെ ഒന്ന് മടക്കി പിടിച്ചിട്ട് തീയിൽ കാണിച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് ഞാൻ ഒരുപാട് ക്രാഫ്റ്റുകൾ എൻ്റെ ചാനൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്രാഫ്റ്റിൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ആ ഒരു വീഡിയോസും കൂടി ഒന്ന് പോയി കണ്ടേക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് ആ പൂവ് കിട്ടുക. ഇനി ഇങ്ങനെ വെക്കണമെങ്കിൽ ഇങ്ങനെ വെക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്കിതാ നടുഭാഗം ഇങ്ങനെ മുറിച്ചെടുക്കുകയാണെങ്കിൽ 2 പൂക്കൾ ഈ ഒരു ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതാ ഈ ഓപ്പൺ ആയി കിടക്കുന്ന ഭാഗം രണ്ടാക്കിയിട്ട് കൂട്ടി പിടിച്ചതിന് ശേഷം ഇങ്ങനെ ആ മെഴുകുതിരിയിലൊന്ന് വെച്ചിട്ട് പ്രസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം അവിടെ ഒന്ന് പ്രസ്സായി കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ വേറെ പശേൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഞാനിതാ ഒരു പൂവ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ അടുത്ത ഭാഗവും ചെയ്തെടുക്കാം. തീ വെച്ചിട്ടൊക്കെ ഉരുക്കിയെടുക്കുന്നത് കൊണ്ട് കുട്ടികളിത് ചെയ്യാണ്ടിരിക്കുക നല്ലത്. ചിലപ്പോൾ കൈയൊക്കെ പൊള്ളാൻ വേണ്ടിയിട്ട് സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ രക്ഷിതാക്കളെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മതി ആ ഒരു ഭാഗം. ഇനി ഇതാ ഞാൻ യെല്ലോ കളർ ഒരു കവർ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ചെറിയൊരു കഷ്ണം ദാ അങ്ങനെ നീളത്തിൽ മുറിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ദാ അങ്ങനെ ഒന്ന് രണ്ടാക്കി മടക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ 1/4 ഭാഗത്തോളം അങ്ങനെ ഒന്ന് വെട്ടി കൊടുക്കണം. അപ്പോൾ അതാ വീഡിയോയിൽ കാണുന്ന ആ ഒരു രീതിയിലാണ് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ ഏത് കളർ കവറാണോ എടുക്കുന്നത് അതിന് സ്യൂട്ടായിട്ടുള്ള രീതിയിലുള്ള കവറാണ് അടുത്തത് എടുക്കേണ്ടത് കേട്ടോ. ഇനി ഞാനിത് ഒരു ഫ്ലവർ വയർ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ചെറിയൊരു കഷ്ണം മുറിച്ചെടുത്തതിന് ശേഷം ആ ഒരു യെല്ലോ കളർ കവർ ഇതാ ഇതിലൂടെ ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വേണമെങ്കിൽ പശ തേച്ച് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്കിതാ അതുപോലെയുള്ള നൂലുണ്ട വെച്ചിട്ട് ഇത് അങ്ങനെ ഒന്ന് ചുറ്റിയിട്ട് കെട്ടിട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ നന്നായിട്ട് തന്നെ അവിടെ അങ്ങനെ പ്രസ്സായിരുന്നുള്ളൂ കേട്ടോ. ഇനി നേരത്തെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു പൂവിൻ്റെ ഉൾഭാഗത്തൂടെ നമുക്കിതാ ഈ ഒരു ഫ്ലവർ വെയർ ഇങ്ങനെ ഒന്ന് കടത്തി കൊടുക്കുക. അതിനുശേഷം അവിടെ ഒന്ന് നൂല് വെച്ചിട്ടൊന്ന് കെട്ടിയിട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഞാനിതാ ഒരു ഗ്രീൻ കളർ കവർ എടുത്തതിന് ശേഷം ഇതിൻ്റെ തണ്ടിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ആ ഒരു നൂല് ചുറ്റിയിട്ടുള്ള ഭാഗമില്ലേ അവിടെ നമുക്ക് ഇതാ കുറച്ച് ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്യാം. അതിനുശേഷം ആ ഒരു കവർ ഇതാ രണ്ടാക്കി മടക്കിയതിന് ശേഷം താഴത്തോട്ട് ഇങ്ങനെ ചുറ്റി വരാം കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ടേപ്പൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ പിന്നെ ഈ ഒരു ഗ്രീൻ ടേപ്പൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഞാനിത് അടിഭാഗത്തും കൂടി പശ വെച്ചതിന് ശേഷം കത്രിക വെച്ചിട്ട് ബാക്കി ഭാഗം മുറിച്ച് കളയുന്നുണ്ട്. അതിനുശേഷം തീയിലൊന്ന് കാണിച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് പൂക്കൾ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ ചെറിയൊരു കഷ്ണം ഫ്ലവർ വയർ എടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം കവർ എടുത്തതിന് ശേഷം ഒരു കവറിൻ്റെ ഉള്ളിലോട്ട് ആ ചുരുട്ടിയത് വെച്ചതിന് ശേഷം ഈ കമ്പി ഒന്ന് കുത്തി പിടിക്കുന്നുണ്ട്. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമുക്കിത് മുട്ടുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു നൂലുണ്ട വെച്ചിട്ട് ആ ഒരു ഭാഗം നന്നായിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒരു ബാക്കി വരുന്ന ഭാഗമില്ലേ അതൊന്ന് മുറിച്ച് കളയാം കേട്ടോ. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ഒരു നൂലിൻ്റെ ഭാഗത്ത് കുറച്ച് പശ അയച്ചതിന് ശേഷം നമുക്ക് ആ ഒരു ഗ്രീൻ കളർ കവർ ഒന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ഒരുപാട് മുട്ടുകൾ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാനിതാ 2-3 മുട്ടുകൾ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്.
ഇനി ഇല ഉണ്ടാക്കുന്ന രീതികൾ ഞാൻ പല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ഇത് ഞാൻ കവർ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇത് ഇന്നലെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിൽ ഉള്ളതാണ്. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഞാനിതാ കുറച്ച് നീളമേറിയിട്ടുള്ള ഫ്ലവർ വയർ എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലോട്ട് ഇത് ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ആ ഒരു മൊട്ടിൽ അതിങ്ങനെ വെച്ചതിന് ശേഷം ഗ്രീൻ ടേപ്പ് എടുത്തിട്ട് ഇതൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൂക്കൾ ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരെണ്ണം വെച്ചതിന് ശേഷം അതിൻ്റെ അടിഭാഗത്തും പിന്നെ അതിൻ്റെ സൈഡിലും അങ്ങനെയൊക്കെ ആയിട്ട് വേണം പൂക്കൾ വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതാ എല്ലാ പൂക്കളും മൊട്ടും കൂടെ അതുപോലെ തന്നെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ രീതിയിൽ തന്നെ ചെയ്തെടുക്കണം എന്നില്ല കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേറെ ഏതെങ്കിലും രീതികളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതാ മുഴുവനായിട്ട് തന്നെ ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഇലകളാണ് വെച്ച് കൊടുക്കാനുള്ളത്. ഇലയും ഇതുപോലെ തന്നെ ഈ നീളൻ ഇല തന്നെ വേണമെന്നൊന്നുമില്ല, വേറെ രീതിയിലുള്ള ഇലകളും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതാ ഏറ്റവും അടിയിലായിട്ടാണ് ഈ ഇലകൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതും ഇതുപോലെ തന്നെ ഗ്രീൻ ടേപ്പ് വെച്ചിട്ടൊന്ന് ചുറ്റിയെടുത്തതിന് ശേഷം കുറച്ചും കൂടെ ഒന്ന് താഴത്തോട്ട് ഞാൻ അതൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഗ്രീൻ ടേപ്പ്. അപ്പോൾ അതാ ഇത്രയും മതി കേട്ടോ. ഇനി ബാക്കിയുള്ള ഗ്രീൻ ടേപ്പ് നമുക്ക് മുറിച്ച് മാറ്റാം. അതിനുശേഷം അതാ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം ആ ഒരു ഗ്രീൻ ടേപ്പ് നന്നായിട്ടൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ബാക്കി വരുന്ന ഫ്ലവർ വെയർ നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുള്ള പൂക്കൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പൂ ഇഷ്ടമായിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.